ഹലോ, ഹായ്. ഞാനേ ഇന്നൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഇറങ്ങുകയാണ്. നമ്മളെ സ്ഥിരപരിചിതമായ ഒരു അച്ചപ്പം. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. ഒരു 1.5 കപ്പ് അരി കുതിർത്ത്, ഒരു തേങ്ങ, അതിൻ്റെ തേങ്ങാപ്പാലും എടുത്ത് ഒന്ന് മിക്സിയിലിട്ട്, തേങ്ങാപ്പാലിൽ തന്നെ ഫുള്ള് അരി അരച്ചങ്ങെടുത്തു. അതിൽ ഒരു മുട്ട, ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര, 4 തികച്ചിട്ടിട്ടില്ല ഞാൻ, 3-3.5 സ്പൂണ് പഞ്ചസാര, അതിലൊരാവശ്യത്തിന് മതി. 2 ഏലക്കായുടെ കുരു, പിന്നെ ഞാനിതിലൊരു ഗ്രാമ്പ് ഇടും, വേറൊരു ഫ്ലേവർ കിട്ടും ഗ്രാമ്പിന്. 1 ടീസ്പൂണല്ല, ഒരു ചെറിയൊരു സ്പൂണിന് മൈദയും, ഒരു നുള്ളു ഉപ്പ്, ഇത്രയാണ് ഞാനിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്ത് റെഡിയാക്കിയത്. മാവ് കറക്റ്റ് പരുവത്തിലാക്കി. പിന്നെ കുറച്ച് എള്ള്, അതിനെ ഒന്ന് നല്ലപോലെ കഴുകി അതും ഇട്ട് റെഡിയാക്കി. നമ്മളെ ബാറ്റൺ തയ്യാറായി. പിന്നെ ഞാനൊരു ചെറിയ ചീനച്ചട്ടിയാണ് എടുത്തത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് എണ്ണ വേസ്റ്റാക്കാൻ എനിക്ക് താല്പര്യമില്ല, കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതാകുമ്പോൾ ചെറിയ ചട്ടിയിൽ കണക്കാക്കി ഒരുപാട് എണ്ണയും വേസ്റ്റാക്കി കളയണ്ട, വളരെ പതുക്കെ ഇരുന്നങ്ങ് ഉണ്ടാക്കാം ഓരോന്ന് വീതം എന്നുള്ള രീതിയിൽ ഞാൻ ചെറിയ ഒരു ഇതാണ് എടുത്തത്. ഒത്തിരി എണ്ണയും കുടിക്കുമല്ലോ. ഈ അച്ചെന്ന് പറയണത് നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ്. ഇതെനിക്കൊരു എൻ്റെ നാത്തൂൻ പ്രസൻ്റായിട്ട് തന്ന സാധനമാണ് ഈ അച്ച്. പണ്ട് എൻ്റെ കയ്യിലിരുന്നത് നമ്മുടെ സാധാ പഴയ അച്ചാണ്. പക്ഷേ ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, പെട്ടെന്നങ്ങ് വീഴും. ഒന്ന് ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ, നല്ല എണ്ണയിലിട്ട് നല്ല ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ മാവിലെടുത്ത് വെച്ചിട്ട് ഇതിനങ്ങ് കുടഞ്ഞിട്ട് കൊടുത്താൽ പെട്ടെന്ന് വീഴുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് 4 മണിക്ക് ഉപയോഗിക്കാം എന്നുള്ള കണക്കാക്കി കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല സ്പീഡിന് ഈ അച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നല്ല സ്പീഡിന് ഇളവി വീഴുന്നുണ്ട്. നമുക്ക് ചുട്ടെടുക്കാൻ നല്ലൊരു എളുപ്പമുണ്ട്. ആകെ 1.5 നാഴി പച്ചരി, 1.5 ഗ്ലാസ്, നാഴിയല്ലല്ലോ ഇപ്പോഴും ഗ്ലാസ് അല്ലേ. അതിന് ഏകദേശം ഒരു കുഞ്ഞ് മുറത്തിൽ കണക്കാക്കി ഒരു മുറം കിട്ടി. ഒരു മണിക്കൂറോളം ഞാൻ ഇരുന്ന് കേട്ടോ. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ മെനക്കേടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട്. വെറുതെ എണ്ണ വേസ്റ്റാക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ എടുക്കുന്നുണ്ട്, കുറേ നേരം നിൽക്കേണ്ടി വന്നു ഇത് ചുട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കിരികിരാന്ന് ഇങ്ങനെ എണ്ണയിൽ നിന്ന് നോക്കി അതിൽ വയ്ക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൗണ്ട്. കിരികിരാ സൗണ്ട് കേൾക്കും. തിരിച്ചും മറിച്ചും തീരെ അങ്ങ് കരിഞ്ഞു പോകാതെ തീ കുറച്ചിട്ട് ഒന്ന് കണക്ക്. പിന്നെ നമ്മുടെ ആവശ്യം വീട്ടാവശ്യത്തിനായോണ്ടേ ഏത് ഷേപ്പായാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. വെറുതെ എണ്ണ വേസ്റ്റ് ആക്കണ്ട എന്നുള്ള രീതിയിൽ ഒന്നര ഗ്ലാസ്സിലാണെങ്കിലും ഒരുപാട് കിട്ടി. ഇതാണ് ഞാൻ ചുട്ടെടുത്ത അച്ചപ്പം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.